ഹായ് ഫ്രണ്ട്സ്, ടെക് ടുമോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഇന്ത്യയിൽ മൊബൈൽ സർവീസുകൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ട്രായ്, അതായത് ടെലികോം അതോറിറ്റി കൊണ്ടുവന്ന വിപ്ലവകരമായ ഒരു മാറ്റമായിരുന്നു മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി, അതായത് MNP എന്ന് പറയുന്ന പ്രൊസീജിയർ. അപ്പോൾ ഇത്രയും നാളും ഉണ്ടായിരുന്ന MNPയുടെ റൂൾസ് അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങൾ ഡിസംബർ 16 മുതൽ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഡിസംബർ 15 വരെ നമുക്ക് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ചെയ്യാൻ പറ്റുകയില്ല. 16 പുതിയ നിയമം വന്നതിന് ശേഷമാണ് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി വീണ്ടും തുടങ്ങുന്നത്. അപ്പോൾ ഡിസംബർ 16 മുതൽ വരുന്ന പുതിയ റൂൾസിൽ എന്താണ് പുതിയതായിട്ടുള്ള ചേഞ്ചുകൾ എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി നോക്കാം. നമുക്കറിയാം, മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി, അതായത് MNP എന്ന് പറയുന്ന പ്രക്രിയയിൽ കൂടി നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാതെ തന്നെ ഒരു ഓപ്പറേറ്ററിൻ്റെ അടുത്ത് നിന്ന് മറ്റൊരു ഓപ്പറേറ്ററിൻ്റെ അടുത്തേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്കിപ്പോൾ ഐഡിയോ, എയർടെല്ലോ, വോഡാഫോണോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ സർവീസാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അവരുടെ സർവീസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മറ്റൊരു സർവീസിലേക്ക് മാറാം മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാതെ. ആ ഒരു സൗകര്യമാണ് ടെലികോം അതോറിറ്റി MNPയിൽ കൂടെ ഉപഭോക്താക്കൾക്ക് നൽകിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോർട്ട് ചെയ്യാനുള്ള SMS സെൻഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു UPC നമ്പർ ലഭിക്കും. ഈ UPC നമ്പർ നമ്മൾ ഏത് നെറ്റ്വർക്കിലേക്കാണ് മാറാൻ താല്പര്യമുള്ളത് ആ നെറ്റ്വർക്കിൻ്റെ സർവീസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നമ്പർ ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത്രയും നാൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലഭിക്കുന്ന UPC കോഡിൻ്റെ വാലിഡിറ്റി ഏകദേശം 15 ദിവസമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരു സർക്കിളിൽ തന്നെയുള്ള മറ്റൊരു നെറ്റ്വർക്കിലേക്ക് മാറുവാണെങ്കിൽ നമുക്ക് മാറാൻ എടുക്കുന്ന സമയം 7 ദിവസവും, അതുപോലെ തന്നെ മറ്റൊരു സർക്കിളിലേക്കാണ് മാറുന്നതെങ്കിൽ അതിനെടുക്കുന്ന ഒരു സമയം 15 ദിവസവും ആയിരുന്നു. എന്നാൽ 2019 ഡിസംബർ 16 മുതൽ പുതിയ നിയമം അനുസരിച്ച് നമുക്ക് 3 ദിവസത്തിനുള്ളിൽ തന്നെ നമ്പർ പോർട്ട് ചെയ്യാൻ പറ്റും, മറ്റൊരു നെറ്റ്വർക്കിലേക്ക് മാറാൻ പറ്റും. അതുപോലെ തന്നെ സെയിം സർക്കിളിലേക്കല്ലാതെ മറ്റൊരു സർക്കിളിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തേക്കാണ് നമ്മൾ പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് 5 ദിവസത്തെ സമയമെടുക്കും. ഇപ്പോൾ 7 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് സമയം എടുത്തിട്ട് നമുക്ക് 3 ദിവസങ്ങളിൽ ഇപ്പോൾ മാറാൻ പറ്റും. അതുപോലെ മറ്റൊരു ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ UPC നമ്പറിൻ്റെ കാലാവധി അത് ആദ്യം 15 ദിവസമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വാലിഡിറ്റി 4 ദിവസമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അതായത് നമ്മളൊരു കോഡ് നമ്മൾ SMS അയച്ച് കോഡ് ജനറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 4 ദിവസം വാലിഡിറ്റി ഉള്ളൂ. 4 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ മറ്റൊരു നെറ്റ്വർക്കിലേക്ക് മാറാൻ വേണ്ടി അതിൻ്റെ അപേക്ഷകൾ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ഈ കോഡ് ഇൻവാലിഡ് ആയിരിക്കും. ഈ ഒരു ചേഞ്ചസ് ആണ് ട്രായ് പുതിയതായിട്ട് വരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പ്രധാനമായ ഒരു ചേഞ്ചസ് വന്നിരിക്കുന്നത്, ഇൻ കേസ് നമ്മൾ SMS അയച്ചിട്ട് അല്ലെങ്കിൽ പോർട്ട് ചെയ്യാനുള്ള SMS അയച്ചിട്ട് നമുക്ക് കോഡ് ജനറേറ്റ് ആയില്ല, അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഏതെങ്കിലും മൊബൈൽ കമ്പനികൾ റിജക്റ്റ് ചെയ്തു, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ കമ്പനികൾ എന്തുകൊണ്ടാണ് നമ്മുടെ റിക്വസ്റ്റ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ പോർട്ട് ചെയ്യാനുള്ള റിക്വസ്റ്റ് അവർ റിജക്റ്റ് ചെയ്ത് അതിനൊരു റീസൺ അല്ലെങ്കിൽ അതിനൊരു കാരണം അവർ തീർച്ചയായിട്ടും നമ്മളോട് പറയണം. അങ്ങനെ വ്യക്തമായൊരു കാരണമില്ലാതെ കമ്പനികൾ നമ്മുടെ റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്തെങ്കിൽ പുതിയ നിയമം അനുസരിച്ച് 10,000 രൂപ വരെയും ആ കമ്പനികൾ പിഴ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ UPC നമ്പർ അല്ലെങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന കോഡ് അതിന് 4 ദിവസം വാലിഡിറ്റി ആണ്. എന്നാൽ ചില സ്റ്റേറ്റുകളിൽ ജമ്മു കാശ്മീർ, ആസാം, പിന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ, ഇവിടെയൊക്കെ ഈ കോഡിന്റെ വാലിഡിറ്റി 30 ദിവസമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 4 ദിവസമല്ല, ഇവിടെയൊക്കെ 30 ദിവസത്തെ വാലിഡിറ്റിയാണ്. ഈ സ്റ്റേറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും തന്നെ 4 ദിവസത്തെ വാലിഡിറ്റിയാണ്. ഇത്രയാണ് ട്രായുടെ പുതിയ നിയമങ്ങൾ. അപ്പോൾ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനുള്ള പ്രൊസീജിയറുകളിൽ ട്രായ് കൊണ്ടുവന്നിരിക്കുന്ന പുതിയൊരു മാറ്റത്തെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവർ കൂടി എത്തിച്ചെങ്കിൽ അവർക്ക് കൂടി ഉപകാരമാകും. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം സൈഡിലെ ബെലൈക്കൺ കൂടി അമർത്തിയേക്കാണ് ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയും മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.